ചേട്ടാ ഇനി നമുക്കൊരു വെറൈറ്റി പെർഫോമൻസ് റൗണ്ടാ വരാൻ പെർഫോമൻസ് റൗണ്ട് ആണ്. അതെ. അപ്പൊ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത്? പെർഫോം ചെയ്യാൻ വരുന്നത് നമ്മുടെ പ്രേക്ഷകരായാലും ജഡ്ജസ് ആയാലും ഒക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ആൻസർ കോമഡി വേണ്ട ഇനി. അതല്ല ഞാൻ പറയാൻ പോയെ. അവർക്കെല്ലാം നമുക്ക് ഈ ആളുടെ പെർഫോമൻസ് റൗണ്ട് ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറയാൻ വന്നത്, അല്ലാതെ എന്നും പറയുന്ന കോമഡി അല്ലായിരുന്നു. അല്ല, നല്ല കോമഡികൾ കേൾക്കണമെങ്കിൽ നമ്മൾ കേൾക്കണം അല്ലേ? അത് നിങ്ങൾ പകർന്നു പോയോ? എടുത്തു പറയേണ്ട കാര്യമില്ല. കോമഡി എന്ന് പറഞ്ഞാൽ പോരെ, പറയുമ്പോ തന്നെ എല്ലാവർക്കും ഡൗട്ട് അടിക്കില്ലേ? ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കും. പുച്ഛിച്ചതല്ലോ, ആക്കിയതല്ലോ, ഊതിയതല്ലോ. സാർ എന്താ എഴുന്നേറ്റിരിക്കുന്നത്? വടിയെടുക്കാനാ. ഞാൻ എപ്പോഴും പറയും, ഇത്ര ബഹുമാനം വേണ്ട. ഇത്ര ബഹുമാനം എന്തിന്? ഇത്ര ബഹുമാനിക്കുമോ? ഇതിനൊന്ന് അടക്കി ഇരുത്തണ്ടേ? ചില ക്ലാസ്സിലൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസ് റൗണ്ടിലുള്ള അടുത്ത ആളെ വിളിച്ചാലോ? വിളിക്കാം. നമ്മുടെ ആൻസറ കുട്ടിയാണ് വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ആൻസറ ഓൺ സ്റ്റേജ്. ടീച്ചറുടെ പോലെ ഉണ്ടല്ലോ. റിസപ്ഷൻ ഒക്കെ എത്തിയ പോലെ അല്ലേ? ഒന്ന് പോയേ ഇവിടുന്ന്. ഈ സാരി ഉടുക്കാനുള്ള ഒരു പ്രചോദനം എന്താ? ഞാന് പാട്ട് ഉള്ളിൽ കൊതി വിടരുമാണ്. അപ്പൊ അതിനാ ഇതിട്ട് അതിന് സാരി ഉടുക്കണം നിർബന്ധം? അതില് സാരി. അതിനകത്ത് സാരിയാണോ? മായാമോഹിനിയാണോ അപ്പൊ വന്നേക്കുന്നേ? ഇത് റെഡിമെയ്ഡ് സാരിയാണോ? എന്നാലും ഇത് എങ്ങനെ ഒപ്പിച്ചു കാണും? ഇത് അല്ലേ, തുണി എടുത്തിട്ട് കാണും അല്ലേ? അപ്പൊ മായാമോഹിനി പിന്നെ ഡീറ്റെയിൽസ് മ്യൂസിക് ബേണി ഇഗ്നീഷ്യസ് സാർ, ലിറിക്സ് വയലാർ ശരത് സാർ, നമ്മുടെ ശരത്തേട്ടൻ. പിന്നെ ഈ എന്താണ് അത് പറയില്ല, അത് ലാസ്റ്റ് പറയുന്നത്. ഇയർ 2012 സിനിമയുടെ പേര് മായാമോഹിനി. പിന്നെ സിംഗർ എന്റെ തൊട്ട് മുമ്പില് ജഡ്ജായിട്ടിരുന്നു റിമി. കാന്താരി ഇപ്പൊ റിമിക്കുട്ടി. അത് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരെണ്ണം ഉണ്ടല്ലോ, ചിങ്കിരി 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 ചിങ്കിരി. ആ കൂട്ടിന് വേണോ റിമിയെ? റിമിയെ ഡാൻസ് വിളിക്കാൻ എടുക്കോട്ടെ. അതിപ്പോ ഒറ്റയ്ക്ക് പാട്ട് പഠിച്ചു വെച്ചേക്കല്ലേ? പാട്ട് കഴിഞ്ഞിട്ട് റിമിയാഞ്ചിനെ ഇങ്ങോട്ടേക്ക് വിളിക്കുമോന്ന്. അതൊന്നും പറയാൻ പറ്റത്തില്ല. പാട്ടിന്റെ ലാസ്റ്റ് പോർഷൻ ആകുമ്പോ ചിലപ്പോ റിമി അങ്ങോട്ടങ്ങ് വരും. വന്നിട്ട് മോഡൽ നിന്ന് ഈ ഡാൻസ് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് സ്പ്രിങ്. എന്താണ് സംഭവിക്കാൻ പോണെന്ന് അറിഞ്ഞു. അതെ, നമുക്കൊന്ന് തുടങ്ങാം. ചിലപ്പോ ഒന്നും സംഭവിക്കില്ലായിരിക്കും. അപ്പൊ എന്തും വേണമെങ്കിൽ ഇവിടെ നടക്കാം. നമുക്ക് പാട്ട് പാടാം. റെഡിയാണോ? Thank you. ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനെ. നീന്താൻ മടി മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനെ. കരളിൻ കുമ്പിളിൽ കുളിരിൻ തൊള്ളിനി കനവിൻ ചില്ലിയിൽ പടരും വല്ലിനി. ഇണ പോലെന്നും ഇവളെ നിരാകലോലമായ മോഹിനി. ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനെ. ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ടിന്നെ നീ മൂടിയോ.
കരളിൻ കുഞ്ഞിലിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലയിൽ പടരും വള്ളിനി ഇണ പോലെന്നും ഇവളെ നിരാകലോലമായ മോഹിനി. ആൻസർ കുട്ടി എന്താ വെച്ച് സ്പ്രിഞ്ചി. എന്തിട്ടാണിത്? ഇതൊക്കെ കാണിച്ചോണ്ടല്ലോ. അതെ, മാൻ തോറ്റു. മാന് ഒറിജിനൽ മാൻ തോറ്റു. ആഹാ, നല്ല രസമായിരുന്നു മോളെ. ഡാൻസേഴ്സ് എല്ലാരും കൂടെ ചേർന്നിട്ട് മോള് അടിപൊളിയായിട്ട് പാടി കേട്ടോ. നന്നായിരുന്നു. പിന്നെ ഈ അക്ഷരം മാത്രം ഒന്ന് നോക്കണ്ട കേട്ടോ. ഒളി കണ്ണുള്ളതാണ്. അതൊന്ന് പാടിക്കേ. ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനീ. പിന്നെ അതുപോലെ മായാമോഹിനി, അതൊന്ന് പാടിക്ക്. മായാമോഹിനി. പിന്നെ വഴിയിൽ അതെന്താ പാടുന്നേ? ചെമ്മാനമഴകിൽ പൊന്നപിയും വഴിയിൽ വഴി അതെ. ഈ അക്ഷരങ്ങളുടെ ഇതും ചെറിയ ചെറിയ സംഭവം. നോ പ്രോബ്ലം, ബട്ട് സൂപ്പർ. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു മോള് പാടുമ്പോൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസർ കിട്ടി. എന്താ ഇനി നമുക്ക് പാടിയ ആളോട് തന്നെ ചോദിച്ചാലോ? അതെ. റിമു, അയ്യോ സൂപ്പറായിട്ട് പാടി കേട്ടാ. അതുപോലെ നമ്മുടെ ആ സ്റ്റെപ്പ് ഞാൻ ചെന്നത് നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇങ്ങനെ കാണിക്കുന്ന എല്ലാവരും സ്റ്റേജിൽ എപ്പോഴും കാണുന്ന. പക്ഷെ ആൻസർ കുട്ടി ആ പാടുന്നതിന്റെ ഇടയിൽ അതെ ചെമ്മാനമഴകിൽ പൊന്നു പെയ്യും വഴിയിൽ പൊന്നാട കൊണ്ടെന്നെ മീമോട് ഇച്ചിരി സമയമുള്ളൂ. ചിഞ്ചിത് കാണിക്കുകയും ചെയ്യണം, മൈക്കെടുക്കുകയും ചെയ്യണം. അത് കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്തു. ഒറ്റ കൈ കണ്ട് അപ്പൊ തന്നെ മൈക്കെടുത്ത് അടുത്ത ലൈൻ പാടുകയും ചെയ്തു. അതിനൊരു കയ്യടി, ഒരു സ്പെഷ്യൽ കയ്യടി പാടി. ഇപ്പൊ ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും വലിയ ഒരു ഹിറ്റ് സിനിമയാണെന്നോ, അല്ലെങ്കിൽ വിഷ്വല് വന്നപ്പോഴും ദിലീപേട്ടൻ തകർത്ത് ഹീറോയിനും എല്ലാം കൂടെ പുള്ളി ഒരു ഒറ്റയ്ക്ക് അതങ്ങ് തകർത്ത്. അങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷം. ബേണി ഇഗ്നേഷ്യസ് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കാം. അത് വയലാർ ശരത്തേട്ടന്റെ വരികളാണ്, എടുത്തു പറയുകയാണ് ഞാൻ. മോളെ രസം, എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ പാടിയ പാട്ട് നിങ്ങൾ ഇങ്ങനെ പാടി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അടിപൊളിയാക്കി കേട്ടാ. പിന്നെ റിമു, ഇപ്പൊ നേരത്തെ ആൻസറുടെ പാട്ടിന്റെ ഇടയ്ക്ക് ആൻസർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അതെന്ത് കാണാനാ നീ ചുമ്മാ ഇങ്ങനെ വേദിയില് ഭീഷണിയാണെങ്കിൽ ചെയ്യാം. എന്തായാലും ചെയ്യണം. ഓക്കെ മതിച്ചേട്ടാ. ആൻസർ കുട്ടി, എന്താ ഐ ആം ആൻസർലെസ്. സ്പീച്ച്ലെസ്. നന്നായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പാടുന്ന, കേൾക്കാനും കാണാനും. ആ ഒരു സ്റ്റെപ്പില്ലേ, അതെങ്ങനെയാ എനിക്കൊന്നും കാണാനൊരു കൊതി. ചിഞ്ചിരി കേക്കട്ടെ. കൊള്ളാം. ഇത്ര രസമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഉഗ്രനായിട്ട് കേട്ടോ, നന്നായിട്ട് പാടി. ഇത്തിരി ഭാഗമുള്ളെങ്കിലും കാണാൻ നല്ലൊരു ഗ്രേസ് ഉണ്ടല്ലേ അതില്, അല്ല ക്യൂട്ട്നെസ്. പിന്നെ അക്ഷരം കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കണം. ബാക്കിയൊക്കെ നന്നായിരുന്നു, എല്ലാം നന്നായിരിക്കണോ. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തം, നമ്മുടെ ആൻസർ കുട്ടി കാത്തിരുന്ന മുഹൂർത്തം അല്ലേ? എന്നെ വിളിക്ക് കുട്ടി, ഇങ്ങോട്ടേക്ക് വാ. ആൻസർ കുട്ടി പാട്ട് പാടുന്നു, എന്നിട്ട് നമ്മളെല്ലാവരും സ്റ്റെപ്പ് ഇടുന്നു. ഓക്കെ, ഉള്ളിൽ കൊതി വിടരുമെന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനീ. മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമണി. കരളിൻ കുളിരിൽ കുളിരിൻ തുള്ളിനി കനവിൻ ചില്ലിയിൽ പടരും വള്ളിനി. ഇണ പോലെന്നും ഇവളി നിരാകലോലമായ മോഹിനി. ഉള്ളിൽ
ഓടി വാ. അടിപൊളി. അല്ലേ ആൻസർ കുട്ടി, we are giving you 99 out of 100. ആടി ഒരു ചിഞ്ചിരി ചിഞ്ചിരി ചെപ്പുക്കുറ്റി. സന്തോഷമായി അല്ലേ Happy ആയി അങ്ങനെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എത്ര കിട്ടിയത്? 100. പ്രാവശ്യം 99. ആ റേറ്റിൽ തന്നെ ഇരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ Okay? All the best. All the best. Thank you. Ta-ta. Ta-ta.